Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മളുടെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ വരുമ്പോൾ പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വേറെ കുറേ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമുണ്ട്, അതായത് എത്ര നാളായിട്ടാണ് ഈ മുടി നരയ്ക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. കാരണം ഇപ്പം 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സിനുള്ളിൽ തന്നെ മുടി നരയ്ക്കുക. ഒരു 45-50 വയസ്സിന് ശേഷമായിട്ടാണ് ഒരു മുടി നരയ്ക്കുന്നതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. കാരണം ഈ മെലനോസൈറ്റ്സ് എന്ന് പറയുന്നത്, മെലനിൻ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ഉണ്ട് ബോഡിയിൽ. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് മുടി കറുത്ത് വരും. ഇതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച്, അത് സ്കിന്നായിക്കോട്ടെ മുടി ആയിക്കോട്ടെ, അതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് മുടി നരച്ച് വരും. പ്രായമാകുന്നതനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത്. അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം നാച്ചുറലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മളൊരു ഇപ്പോഴത്തെ രീതി പ്രകാരം, പണ്ടത്തെ ആളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 60, 70, 80 വയസ്സ് എന്നുള്ള സമയങ്ങളിലൊക്കെ ആയിരുന്നു പൊതുവേ മുടി നരയ്ക്കുന്നത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും സ്ട്രെസ്സും എല്ലാം വെച്ച് നോക്കുമ്പം ഒരു 45-ന് മുകളിലേക്ക് വരുമ്പോൾ മുടി ചെറുതായിട്ട് നരയ്ക്കുന്നത് ഓക്കെ, ഒരു നോർമൽ രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാലും 50, 60 ഒക്കെയാണ് അതിൻ്റെ ഒരു കോമണായിട്ട് നമ്മളത് ഓക്കെ എന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 25-30 വയസ്സിൽ തന്നെ ഭൂരിഭാഗം ആളുകളിൽ ഇപ്പം മുടി നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടും പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്നവരിൽ ഓക്കെ നമ്മളൊരു ഈ 50 വയസ്സിന് താഴെയുള്ള ആളുകളാണ്, എന്നാലും നമ്മുടെ മുടി നരയ്ക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാരണങ്ങളായിരിക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ആ കാരണങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ ജനറ്റിക് ഫാക്ടറുണ്ട്. നമുക്കിപ്പം നമ്മുടെ അപ്പനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ നരയ്ക്കുന്നത് ഒരു കോമൺ ആയിട്ട് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് നരച്ചത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർക്ക് 40-ാമത്തെ വയസ്സ് നരച്ചത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ നരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അവിടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം ലെവലാക്കി പോയി, സ്ട്രെസ് ലെവലൊക്കെ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാലും ബാലൻസ്ഡ് ഡയറ്റാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, ഭൂരിഭാഗവും അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 90% കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, കാർബ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എന്താ കഴിയും, ദോശ, ഇഡലി, അപ്പം, പുട്ട്, ചോറ് സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് കഴിക്കുന്നവരുണ്ട്. 3 നേരം ചോറ് കഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദോശയാണെങ്കിലും 3-4 ദോശയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ചമ്മന്തി, സാമ്പാർ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് പ്രോട്ടീൻ നമുക്കില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഹൈ ഇൻസുലിനാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹോർമോണൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ 1-2 ദോശയാക്കുക, പിന്നെ ഒരു മുട്ടയാക്കുക, അല്ലെങ്കിൽ 2 മുട്ടയാക്കുക. കാരണം സാധാരണ രീതിയിൽ നമുക്ക് പലർക്കും പേടിയാണ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് മുട്ടയ്ക്കകത്താണ്. അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കഴിയുന്നതും ചെറിയ അളവിലേക്ക് ആക്കിയിട്ട് അത് ഈ ഒരു രീതിയിലുള്ള പ്രോട്ടീൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ചെറുപയർ, വൻപയർ, അതേപോലെ കടല, മുതിര, പരിപ്പ്, അങ്ങനത്തെ പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രാവിലെ തന്നെ ഇറച്ചി കഴിക്കാൻ നിർബന്ധമില്ല, എന്തായാലും മുട്ടയും നട്ട്സും ഇതൊക്കെ പ്രോട്ടീൻസ് അധികം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദോശയുടെ അളവൊന്ന് കുറച്ച് വെച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ഉച്ചയ്ക്ക് തന്നെ ചോറിൻ്റെ അളവൊന്ന് കുറച്ച് വെച്ച്, മീനാണെങ്കിൽ 2-3 എക്സ്ട്രാ എടുത്ത് കഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. പ്രോട്ടീൻസ് കൂടുതൽ ബോഡിയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുടി നരയ്ക്കുന്ന ആ കാര്യത്തിന് കുറച്ചുകൂടെ എന്താ പറയുക, സ്ലോ ആകും. കാരണം എന്ന് വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി വരുന്നതനുസരിച്ചായിരിക്കും മുടി വിണ്ട് കീറുന്നത്, പൊട്ടിപ്പോകുന്നത്, നീളം കുറയുന്നത്, അതേപോലെ തന്നെ മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു കൺസൾട്ടേഷന് കണ്ടതാണ്, ഒരാൾക്ക് 30-32 വയസ്സേ ഉള്ളൂ. അപ്പം അവരുടെ മുടി നല്ലതായിട്ട് നരച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കാലൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. കാല് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ വിരലുകളെല്ലാം ഒരു ചെറിയൊരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, നീല കളറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്മോക്കിംഗ് ഉണ്ടോ എന്നുള്ളത്. സ്മോക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത്. അവർ വന്നത് എക്സിമ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. പക്ഷേ ഈ മുടി നരയ്ക്കുന്നതും കാലിൻ്റെ കളർ മാറി, അതായത് വിരലുകളിലെ ഇത് നഖത്തിൻ്റെയൊക്കെ കളർ മാറി വരുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്കിൻ ഡിസ്കളറേഷൻസ് തുടങ്ങിയതും മുടിക്ക് ഡാമേജ് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് സ്കിന്നിൻ്റെ എക്സിമ പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, പാടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, സ്മോക്കിംഗ് കട്ട് ചെയ്യാതെ ഈ പരിപാടി നടക്കില്ല. കാരണം ഓൾമോസ്റ്റ് ഇവിടെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും അറിയേണ്ടത്, നമ്മൾ ചിലപ്പം മുടി നരയ്ക്കുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ വേറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്കിന്നിന് ചൊറിച്ചിലുണ്ട്, അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നമാണ്, അല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് മുടി നരയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതത്ര ഒരു കോമൺ ആയിട്ടൊരു കാര്യമല്ല. സോ അതുകൊണ്ട്
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് പല ജോലികളും ആയിക്കോട്ടെ, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അന്നത്തെ ദിവസം സ്വസ്ഥമായിട്ട് കടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് നീ എത്ര സമ്പത്ത് കിട്ടി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇരട്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടി കളയേണ്ടി വരും, നമ്മുടെ ഹെൽത്തിന് വേണ്ടി കളയേണ്ടി വരും. കാരണം പലപ്പോഴും നമുക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി, ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബോഡി ഒന്ന് അഡ്ജസ്റ്റായി വരും, അന്നേരത്തേക്ക് അത് ഡ്യൂട്ടി മാറി, അപ്പോഴത്തേക്ക് വീണ്ടും പഴയ രീതിയിൽ. അപ്പോൾ ബോഡിക്കൊന്ന് റിക്കവർ ആകാനും ഒന്ന് റിപ്പയർ ചെയ്യാനുള്ളൊരു സമയം പോലും കിട്ടാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് സ്ട്രെസ്സ് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ അതിനെ ആൾട്ടർനേറ്റായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് വെച്ച് നമ്മുടെ സ്ട്രെസ് ഫ്രീ ആകാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ്സിൽ വരുന്നത് റിലേഷൻഷിപ്പ് പ്രശ്നമാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ എന്താ പറയുക, നമുക്ക് ഓരോ ദിവസവും ആ വ്യക്തിയുടെ പ്രസൻസ് നമ്മളെ കൂടുതലും ടെൻഷൻ ഉണ്ടാക്കുകയാണ്, കൂടുതലും പ്രശ്നം ഉണ്ടാക്കുകയാണ്, കൂടുതലും വിഷമങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കുക, മാറ്റി നിർത്തുക എന്നുള്ളതല്ല. അത് നമുക്ക് എപ്പോഴും പോസിബിൾ ആകണമെന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചേച്ച് അല്ല, ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പലരും പലതിന് വേണ്ടി, അതായത് മക്കൾക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്, അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുന്ന രീതികളാണല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മുടെ സന്തോഷം എന്താണെന്നുള്ളത് കണ്ടെത്തി ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് കുറേ കാലങ്ങളായിട്ട് ഈ ഫ്രസ്ട്രേഷൻ കടന്ന് ഇത് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പറയുന്ന മെലറ്റോണിൻ ഉറക്കത്തിൻ്റെ കാര്യങ്ങളിൽ ഇത് വരും. മെലനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറിൻ്റെ കാര്യത്തിൽ ഇത് വരും. ചിലർ കണ്ടിട്ടില്ല, നല്ല ഫെയർ കളറായിരിക്കും. കുറച്ച് നാളത്തെ അടുപ്പിച്ച് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഇരുണ്ട് വരാൻ തുടങ്ങും, അവർ ഡാർക്ക് ആകാൻ തുടങ്ങും, അവരുടെ ആ സൗന്ദര്യമൊക്കെ പോകുന്ന രീതിയിലേക്ക് മാറും. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്കൊരു കാരണമായിട്ട് വരുന്നത് നമ്മുടെ ഉറക്കമാണ്. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണോ, എല്ലാ പ്രശ്നങ്ങളും തുടങ്ങും. കറക്റ്റായിട്ട് നമ്മളൊരു അടുപ്പിച്ച് നമുക്കൊരു 6-7 മണിക്കൂറെങ്കിലും അടുപ്പിച്ചൊരു ഉറക്കം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ടത് മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മളൊന്ന് കടക്കാനായിട്ട് ലേറ്റ് ആകുന്നു, കടന്നു കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് വീണ്ടും ഉറക്കം പോകുന്നു, ഇനി ആ 1-2 പ്രാവശ്യം എഴുന്നേക്കുന്നു, അത് പിന്നെ ഉറക്കം കിട്ടുന്നില്ല. ചിലർ കടന്നാൽ ഉടനെ കിടക്കുന്നു, പിന്നെ രാവിലെ പെട്ടെന്ന് എഴുന്നേക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഹോർമോൺ പ്രശ്നം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുടി നരയ്ക്കുന്ന ബുദ്ധിമുട്ടിലേക്ക് വരും. ആലോചിച്ച് നോക്കിയാൽ മതി, ആര് കൂടുതൽ ടെൻഷൻ അടിക്കുന്നു, കൂടുതൽ ഓവർ വർക്ക് ചെയ്യുന്നു, ഉറക്കം ക്ലിയർ അല്ലാതെ പോകുന്നു, കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അവരുടെ മുടി നരയ്ക്കും. 100% ഷുവറാണ്, അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതേപോലെ മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡ് കണ്ടീഷനാണ്. തൈറോയ്ഡ് കണ്ടീഷനിൽ അതായത് അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതാണ്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൺസൾട്ടേഷൻ കണ്ടതാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഒരു 2-3 മാസം കൊണ്ട് മൊത്തത്തോടെ മുടി നരയ്ക്കുന്ന രീതിയിൽ, ആകെ ഉള്ളൊരു 30-32 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പ്രായത്തിൽ ഒരു കുഴപ്പമില്ലാതെ പോവുക ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ. അപ്പം പല രീതിയിലുള്ള ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ അത് തൈറോയിഡൈറ്റിസ് കണ്ടീഷനായിരുന്നു. അതായത് ഒരു കുഴപ്പമില്ലാത്ത മുടി ഒരു സുപ്രഭാതത്തിൽ ഒരു സൈഡ് മൊത്തത്തോടെ ഒന്ന് നരയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നു, ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു. എന്നാൽ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് യാതൊരു കുഴപ്പമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്നത് പോഷകക്കുറവിനകത്ത് വരുന്നത് വിറ്റമിൻ ഡി, B12, അയൺ, സിങ്ക് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള പോഷകങ്ങളാണ്. പിന്നെ ബയോട്ടിൻ, ഇതെല്ലാം ബി കോംപ്ലക്സിൽ വരുന്നതാണ്. പിന്നെ നോൺ വെജ് ഐറ്റംസിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ മാത്രമായി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാകും. അതിനിപ്പോൾ പോയിട്ട് നോൺ വെജ് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. അതിന് നമുക്ക് എന്താ പറയുക, സപ്ലിമെൻ്റ് ആയിട്ട് എടുത്താലും മതി. വിറ്റമിൻ ഡി ഒരു കാരണവശാലും ഒരു 50% താഴെ വരരുത്. നമ്മളൊക്കെ നോക്കുമ്പോൾ നോർമൽ റേഞ്ചാണ് എന്ന് പറഞ്ഞ് നിന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം എൻ്റെ ഇത്രയും നാളത്തെ ക്ലിനിക്കൽ പ്രാക്ടീസ് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ നമ്മൾ 20 to 80 നോർമൽ റേഞ്ച് ആണെങ്കിൽ ഒരു 30 കടന്നാലും ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതൊന്നും അല്ല. നമ്മൾ 60 എബോവ് മെയിൻറ്റെയിൻ ആയെങ്കിലാണ് നമുക്ക് വിറ്റമിൻ ഡിയുടെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഡാമേജുകൾ ബുദ്ധിമുട്ടുണ്ട്. വിറ്റമിൻ ഡി കുറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുടി നരയ്ക്കും, മുടി കൊഴിച്ചിലുണ്ടാവും, മറവി തുടങ്ങും, ക്ഷീണം വരും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരും, അതേപോലെ ജോയിൻറ്റ് പെയിൻസ്, മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, വിറ്റമിൻ ഡി, B12, അയൺ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ട്രാക്ക് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അലർജിക് ടെൻഡൻസി കൂടുന്ന ആളുകളിൽ ഉണ്ടാവും. ഈ തുമ്മൽ, ശ്വാസം മുട്ടൽ, കണ്ണ് ചൊറിച്ചിൽ, താരന്, സോറിയാസിസ് കണ്ടീഷൻ, എക്സിമ കണ്ടീഷനൊക്കെ വരുന്ന ആളുകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ്
മുടി നരയ്ക്കുക എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ടും കുടലിലെ ഫംഗസും കുടലിലെ വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുടി പെട്ടെന്ന് നരയ്ക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഈ കാരണങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടി നരയ്ക്കുന്നതിനകത്ത് നമ്മളൊരു 50 വയസ്സിന് താഴെയുള്ള ആളാണ്, എന്നിട്ടും നമുക്ക് നല്ല അളവിൽ മുടി നരച്ച് വരുന്നു, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ അളവിൽ മുടി നരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാക്കിലാണ് പോകുന്നത്. ആ ട്രാക്ക് മനസ്സിലാക്കി നമ്മളത് ട്രീറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനൊന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ നമുക്ക് മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.